ഹായ്, നമുക്കിന്ന് ഇറച്ചിക്കറിയുടെ ടേസ്റ്റില്ല ചപ്പാത്തി, ചോറ് അങ്ങനെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ഉണ്ടാക്കിയാലോ? അതും സോയ ചങ്ക്സ് കൊണ്ട്. വീഡിയോസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് 1 ലിറ്ററോളം വെള്ളം ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഞാൻ ഇന്നിവിടെ എന്ത് പണ്ട് ഉപയോഗിക്കുന്നത്, അതിലേക്ക് നന്നായി കഴുകി പിഴിഞ്ഞെടുത്ത 250 ഗ്രാം ചെറിയ സോയ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വലിയ സോയയാണുള്ളതെങ്കിൽ 100 ഗ്രാം എടുത്താൽ മതിയാവും. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ മാത്രം സോയ വേവിച്ചാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് നോക്കാം. 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 5 ഗ്രാമ്പു, 3 ഏലക്ക, 2 വറ്റൽമുളക്, 2 ബേ ലീവ്സ്, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും തക്കോലും. ഇനി ഇതിലേക്ക് ഗ്രേവി തയ്യാറാക്കാൻ 3 വലിയ സവാള ചെറുതായി അരിഞ്ഞതും, ഒരു 8 അല്ലി വെളുത്തുള്ളിയും, 2 ചെറിയ കഷ്ണം ഇഞ്ചിയും, 2 തണ്ട് കറിവേപ്പിലയും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വീതം എരിവുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തിളച്ച് കഴിയുമ്പോൾ സോയ അതിൽ നിന്നും കോരി മാറ്റി നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിലെ വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണേ. ഇനിയൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ആഡ് ചെയ്യാം. ഇവ നന്നായി ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂണോളം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 3 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇവയുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടി കഴിയുമ്പോൾ നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന 2 തണ്ട് കറിവേപ്പില, 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ല മണം വരും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പൊടികളും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 3/4 ഗ്ലാസോളം വെള്ളം ഗ്രേവിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഗ്രേവി കൂടുതൽ ആവശ്യമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 3/4 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. എല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് എണ്ണ വെളിയിൽ വന്നു കഴിയുമ്പോൾ നേരത്തെ നമ്മൾ വെള്ളം പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മസാല പിടിച്ച് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ കറി റെഡിയാക്കി എടുക്കാം. വാങ്ങുന്നതിന് മുന്നേ കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള സോയ കറി ഇവിടെ റെഡി ആയിട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ.